ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കർമ്മമാണ് വിവാഹം എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ ഇപ്പോൾ വിവാഹ ദിനം കളറാക്കി കളറാക്കി കുളമാക്കുന്ന കാഴ്ചകൾ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെന്ത് നാടകീയ രംഗങ്ങളാണ് കല്യാണങ്ങൾക്കിടയിൽ സൃഷ്ടിക്കപ്പെടുക. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഈ നാടകം ആരംഭിക്കുന്നത് കല്യാണത്തിന് വളരെ മുമ്പ് തന്നെയാണ്. സേവ് ദ ഡേറ്റ് എന്ന് പറയുന്ന കലാരൂപം. ഞാനൊരു വൈദികനായതുകൊണ്ട് എല്ലാത്തിനെയും കുറ്റം പറയുന്നു എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി. മനോഹരമാക്കി പിക്ചറൊക്കെ എടുത്തു കഴിയുമ്പോൾ അതിന് കലാഭംഗിയുണ്ട്, അതിനൊരു ആസ്വദ്യതയുണ്ട്, ഹൃദ്യതയുണ്ട്. പക്ഷെ ഇപ്പൊ സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരു തരം കോമാളി തട്ടം പോലെയായിട്ട് മാറാറില്ലേ? വെറുതെ ചിന്തിച്ചു നോക്കുക. എന്തെല്ലാം പോസ്റ്റുകൾ, എന്തെല്ലാം പോസ്റ്ററുകൾ. പിന്നെ ഫ്ലെക്സ് സംസ്കാരം ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. എല്ലാവരും അവരവരുടെ ഫ്ലെക്സുകളൊക്കെ ഇങ്ങനെ നിരത്തി നിരത്തി വെക്കുന്ന ഒരു കാഴ്ച കാണുന്നു. ഇനി ഈ സേവ് ദ ഡേറ്റ് തുടങ്ങി എങ്ങനെയെങ്കിലും വൈറലായാലും മതി, അത് എയറിലായാലും കുഴപ്പമൊന്നുമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് ചിലരിലെങ്കിലും രൂപപ്പെടുന്നുണ്ട്. ശരിക്കും സഭ്യതയുടെ അതിർവരമ്പുകളൊക്കെ ഭേദിച്ചുകൊണ്ടുള്ള പിക്ചോറിയൽസ് അത്ര നല്ലതാണോ? വീഡിയോസ് അത്ര നല്ലതാണോ? വെറുതെ ചിന്തിച്ചു നോക്കുക. മൈ ബോഡി മൈ റൈറ്റ്. ശരിയാണ് എൻ്റെ ചങ്ങാതി, ഓരോരുത്തർക്ക് അവരവരുടെ റൈറ്റ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ബോഡി മറ്റൊരാൾക്ക് ഒരു കാഴ്ച വസ്തുവായി, കാഴ്ച ബംഗ്ലാവായി പ്രതിഷ്ഠിക്കപ്പെടേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളുടെ തീർത്തും സ്വകാര്യമായ ജീവിതത്തിന്റെ ആ ഒരു അഴകാഴങ്ങളെ മറ്റൊരാളുടെ മുമ്പിൽ വൃത്തികേടിന്റെ ഭാവത്തിൽ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇനി ഈ പാശ്ചാത്യ നാടുകളിലുള്ള ചില കാര്യങ്ങളൊക്കെ അവരുടെ നല്ലതൊന്നും നമ്മൾ അനുകരിക്കില്ല, അവരുടെ മോശമായതെല്ലാം അനുകരിക്കും. ഇപ്പോൾ ബ്രൈഡൽ ഷവർ എന്നൊക്കെ പരിപാടിയുണ്ട്. മറുനാട്ടിൽ കുറെ കാലം താമസിച്ച ഒരാളെന്ന നിലയിൽ ബ്രൈഡൽ ഷവറിനൊക്കെ വലിയ നിഷേധാത്മകമായിട്ടുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ട്. പലയിടങ്ങളിലും ഏറ്റവും മോശമായ കുറെ സംഗതികൾ ഉൾച്ചേർന്നിട്ടാണ് ബ്രൈഡൽ ഷവർ ഉണ്ടാകുന്നത്. നമ്മളിതൊന്നും മനസ്സിലാക്കാതെ ആ പേരൊക്കെ അങ്ങ് ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെയോ പരിപാടികൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. സത്യം പറഞ്ഞ പണ്ട് വളരെ രസകരമായിട്ടുള്ള അർത്ഥപൂർണമായ ആചാരങ്ങളായിരുന്നു, പാരമ്പര്യങ്ങളായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് നമ്മളിപ്പോൾ പണം വെറുതെ വാരിക്കോരി ചെലവാക്കുന്ന വിധത്തിലുള്ള 100 ആഘോഷങ്ങൾ കൂടിച്ചേർക്കുകയാണ്. എന്തിന് ഇത്രയേറെ ആഘോഷങ്ങൾ? നമ്മൾ യൂറോപ്യൻ സംസ്കാരത്തിലെ കുറെ ആഘോഷങ്ങൾ കവർന്നെടുത്തിട്ടുണ്ട്. ഉത്തരേന്ത്യൻ രീതിയിലുള്ള പല കാര്യങ്ങളും, ഹൽദി പോലുള്ള കാര്യങ്ങൾ അത് കട്ടെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് കട്ടച്ചോറാക്കി നമ്മൾ അവതരിപ്പിക്കുകയാണ്. അങ്ങനെയല്ലേ? നിങ്ങളത് ചിന്തിച്ചു നോക്കുക. ഇനി കല്യാണ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടക്കുന്നത് പള്ളിയിലോ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ വീട്ടിലൊക്കെയാണ്. പക്ഷേ പലപ്പോഴും മുഖ്യ കാർമ്മികരായി മാറേണ്ട വധുവരന്മാർക്ക് ഉള്ള പ്രാധാന്യത്തെക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട് വീഡിയോഗ്രാഫർമാർക്കും ക്യാമറമാർക്കും മാൻമാർക്കും. അവരുടെ കഴിവിനൊന്നും ഞാൻ ചെറുതായി കാണുന്നില്ല. നല്ല കഴിവില്ല, അങ്ങേയറ്റത്തിൽ അഭ്രപാളികളിൽ കവിത രചിക്കുന്നവരെ പോലുള്ള വീഡിയോഗ്രാഫേഴ്സും ക്യാമറമാൻമാരും ഒക്കെ ഉണ്ട്. പക്ഷേ സകല നിയന്ത്രണവും അവരുടെ കയ്യിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കെട്ടി നടക്കുമ്പോൾ അച്ഛ ഒന്നുകൂടി കെട്ടിക്കണേ എന്ന് പറഞ്ഞ വീഡിയോഗ്രാഫറെ ഓർക്കുന്നു. അങ്ങനെ 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 അന്നത്തെ ദിവസത്തിന്റെ സകല കൺട്രോളും അവർക്ക് കൊടുക്കുകയാണ്. അവർ ഏറ്റെടുക്കുകയാണോ അവർ കൊടുക്കുകയാണോ എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ അത്ര നല്ല മംഗളകരമായ കാര്യമായിട്ട് കാണാൻ പറ്റുമോ? ഇനി പള്ളിയിൽ കല്യാണമൊക്കെ നടക്കുമ്പോൾ ഏതോ സൂപ്പർ മാർക്കറ്റിൽ, സൂപ്പർ മോളിൽ ആളുകൾ നടക്കുന്ന പോലെയൊക്കെയാണ്. ഒച്ചയും ബഹളവും പരസ്പരം തമാശ പറച്ചിലുകളും പൊട്ടിച്ചിരികളും. വിശുദ്ധ കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങേറ്റം വിശുദ്ധിയോടുകൂടി, അങ്ങേറ്റം ഉണർവോടുകൂടി, ഭക്തി നിർഭര ഹൃദയത്തോടുകൂടി പൊതു തുടക്കം നടത്തേണ്ടവരാണ്. അവർക്ക് അതിനൊന്നും സാധിക്കുന്നില്ല. വെറുതെ അല്ല തുടക്കത്തിൽ തന്നെ ഒടുക്കമുണ്ടാകുന്നത്. ഒന്നിനും ഒരു ഒരുക്കമില്ല, വെറുതെ ഒരു പ്രഹസനം പോലെ പല കാര്യങ്ങളും. ഇനി പള്ളിയിൽ നിന്നും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ നിന്നും കല്യാണ മണ്ഡപങ്ങളിൽ നിന്നൊക്കെ പിന്നെ റിസപ്ഷന്റെ സ്ഥലത്തേക്കുള്ള യാത്ര, അതിനൊക്കെ ഒരു വല്ലാത്തൊരു മര്യാദ ഉണ്ടായിരുന്നു. എല്ലാ മതങ്ങളിലും പരമ്പരാഗതമായ കുറെ
രീതികളുണ്ടായിരുന്നു. അതിനൊക്കെ കാര്യമായ അർത്ഥങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ അർത്ഥങ്ങളൊക്കെ കളഞ്ഞുകൊണ്ട് ഇപ്പോൾ മൊത്തത്തിലുള്ള ട്രഡീഷൻ എന്ന് പറയുന്നത് ഹിന്ദി സിനിമാറ്റിക് ട്രഡീഷനാണ്. എല്ലാവരും ഡാൻസുകാരാണ്. ഡാൻസ് കളിക്കുന്ന വധു, ഡാൻസ് കളിക്കുന്ന വരൻ, തെറ്റില്ല. തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നത് എങ്ങനെയാണ്? ഡാൻസ് നല്ലതല്ലേ? പക്ഷെ എന്തോ ഓവറായി കഴിഞ്ഞാൽ ഓവറല്ലേ? ഇനി അപ്പം വന്ന് ഡാൻസ് കളിക്കുന്നു, അമ്മ വന്ന് ഡാൻസ് കളിക്കുന്നു, അപ്പൂപ്പൻ, അമ്മൂമ്മ എല്ലാവരും ഡാൻസ് കളിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, ഒരു ജീവിതത്തിന്റെ സെലിബ്രേഷനല്ലേ ഡാൻസ്? ശരിയാണ് ചങ്ങാതി. സെലിബ്രേഷനൊക്കെ നല്ലതാണ്. സെലിബ്രേഷൻ നല്ലതല്ലെന്ന് പറയാനായിട്ട് ഞാൻ ആരാണ്? പക്ഷേ ഓവറാക്കി കുളമാക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ചില ആളുകൾ, ഒരു ബോഡി ബിൽഡർ അയാളുടെ ശരീര സൗന്ദര്യ പ്രദർശനം നടത്തുന്നത് കണ്ടു. കല്യാണം, അതിനിടയിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടോ? വെറുതെ ആലോചിച്ച് നോക്കുക. ഇനി അങ്ങേറ്റം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള റൊമാൻസിങ് രീതികളൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് പ്രണയമൊക്കെ വെറുതെ അഭിനയിച്ച് ഓവർ സെന്റിമെന്റാലിറ്റി ഒക്കെ കൊണ്ടുവന്ന് വെറുതെ കൊളാക്കുന്ന രീതികളൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി ഈ കമന്ററി പറയുന്ന MC ആയി പ്രവർത്തിക്കുന്ന ആള്, അയാളിങ്ങനെ ഇംഗ്ലീഷും മലയാളമൊക്കെ കൂട്ടിക്കലർത്തി എന്തൊക്കെ പറയുന്നു, എന്തൊക്കെ ചോദിക്കുന്നു. പലപ്പോഴും പറയുന്ന ആൾക്ക് ഒരു നിലവാരമില്ലാത്തത് കൊണ്ട്, ഒരു നിലപാടുമില്ലാത്ത അവസ്ഥകൾ കൊണ്ട്, എന്തെങ്കിലും സ്റ്റാൻഡേർഡ് ഉണ്ടാകണമെങ്കിൽ സ്റ്റാൻഡേർഡ് ആദ്യം ഉണ്ടാവണമല്ലോ. അങ്ങനെ ഇല്ലാത്ത അവസ്ഥകളൊക്കെ ചില നേരങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ MC ആയിരിക്കുന്ന ആളുകൾക്ക് യാതൊരു സ്റ്റാൻഡേർഡ് ഇല്ല എന്നല്ല. പക്ഷെ പറഞ്ഞ് പറഞ്ഞ് വന്ന് എന്തൊക്കെയോ മോശം ഒരു ലോകം സൃഷ്ടിക്കുന്ന ഒരു പ്രവണത അവർ കാട്ടുന്നുണ്ട്. ഇനി വധുവരന്മാരെയൊക്കെ അങ്ങേയറ്റം ആഘോഷപൂർവകമായിട്ടാണ് സ്വീകരിക്കേണ്ടത്. ഈ യഹൂദ പാരമ്പര്യത്തിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന കല്യാണം ഉണ്ടായിരുന്നു. അവിടെ രാജാവിന്റെയും രാജ്ഞിയുടെയും വേഷമണിയിച്ചാണ് അവരെ രാജകീയമായിട്ട് എല്ലാവരും കൂടി ചേർന്ന്, ഗ്രാമം മൊത്തത്തിൽ ചേർന്ന് വരന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. നമ്മൾ ഇന്ന് ചില വീടുകൾ വധുവരന്മാരെ ആനയിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. മീൻ വണ്ടിയിലിരുത്തി അവരെ കൊണ്ടുവരുന്നു, മീൻ പാള അവരെ ചുമപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലേക്ക് എല്ലാ മലീമസതയും വാരി എറിയുന്നു, ചീമുട്ട പോലെ എറിയുന്നവരെ കണ്ടിട്ടുണ്ട്. ഇതിനെയൊക്കെ സ്നേഹം എന്ന് എങ്ങനെ വിളിക്കുക? ഇതിനെ ക്രിയേറ്റിവിറ്റി എന്ന് എങ്ങനെയാണ് വിളിക്കുക? ഇനി മണിയറയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫാനിൽ നിറയെ കെട്ടിവെച്ചിരുന്ന പൊടിയിൽ ശ്വാസം മുട്ടിയ ഒരു വധുവിനെ എനിക്കറിയാം. അതായത് കൂട്ടുകാരുടെ സർപ്രൈസാണ്. അവരിങ്ങനെ പൊടി നിറച്ചു വെച്ച് ആ പൊടിയിൽ ഇപ്പോ അസ്മാറ്റിക് ആയിട്ടുള്ള വധു ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തുടക്കം, ഗംഭീര തുടക്കത്തിന് വേണ്ടിയുള്ള കുറെ ശ്രമങ്ങളാണ്. ഇനി പേടിപ്പിക്കുന്ന വിധത്തിലുള്ള ഗിഫ്റ്റ് കൊടുക്കുന്ന രീതി കണ്ടിട്ടുണ്ട്. അവരുടെ സന്തോഷമാണത്. ഈ ഈ ഗിഫ്റ്റ് തുറക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിരിക്കാം, പൊട്ടിത്തെറിക്കുന്ന എന്തെങ്കിലും സാധനമായിരിക്കാം. ആ പൊട്ടിത്തെറിക്കലിന്റെ ആഘാതത്തിൽ ജീവിതത്തിൽ തന്നെ ചില പൊട്ടിത്തെറികൾ പ്രതീക്ഷിക്കാന്നേ ഉള്ളൂ. ഇതൊക്കെ അത്രയ്ക്ക് നല്ലതാണ്. വെറുതെ ആലോചിച്ച് നോക്കുക. പിന്നെ പല ആഘോഷ വേളകളിലും കള്ള് അവിഭാജ്യ ഘടകമായി മാറുമല്ലോ. കള്ളും തള്ളും പിന്നെ തല്ലും എല്ലാം കൂടി ചേരുകയാണ്. പായസത്തിന് വേണ്ടി തല്ല്, പപ്പടത്തിന് വേണ്ടി തല്ല്, കറി പോരാത്തതിന് തല്ല്, കറി കൂടിപ്പോയതിന് തല്ല്, മൊത്തത്തിൽ തല്ലുവാൻ വേണ്ടി കുറെ പേര്. ഇനി അൺവാണ്ടഡ് ആയിട്ടുള്ള കുറെ ഗസ്റ്റുകളൊക്കെ വരാറുണ്ട്. അവര് എല്ലാ കല്യാണത്തിനും പോകുന്നവരാണ്. അവരിങ്ങനെ ഓടി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കല്യാണ മണ്ഡപങ്ങളൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട്. വധുവിന്റെയും വരന്റെയും ഫ്രണ്ട്സ് തമ്മിൽ ചേരിയായിട്ട് വല്ലാതെ ഇടിപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വധുവരന്മാർ റഫറിമാരെ പോലെ മൈക്ക് കയ്യിലെടുത്ത് ഇവരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക, അവരെ ശാന്തരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ച നിങ്ങളൊന്ന് കാണുക. കൂട്ടുകാർ നല്ല ഉദ്ദേശത്തോടെ വന്നിട്ട് കലഹിച്ച് കലഹത്തിലേക്ക് വീട്ടുകാരെയും നാട്ടുകാരെയും ഈ വധുവരന്മാരെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യമാണോ? അതൊന്ന് ആലോചിച്ച് നോക്കുക. ബിഗ് ഫാറ്റ് വെഡിങ് പണ്ടത്തെ ഒരു സിനിമയുടെ പേരാണ്. അങ്ങേറ്റത്തെ ആർഭാടം കാണിക്കാൻ വേണ്ടി വലിയ സദ്യ ഒരുക്കങ്ങളൊക്കെ നടത്തുന്നു. 60 വിഭവങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു രീതിയൊക്കെ ഇപ്പോൾ ഉണ്ട്. അങ്ങനെ നിരവധിയായി വിഭവങ്ങളൊക്കെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കണം. തെറ്റൊന്നുമില്ല എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി. ആഘോഷം വേണം, ആർഭാടവും ചിലപ്പോഴൊക്കെ ആകാം. പക്ഷെ എല്ലാം വേസ്റ്റ് ആക്കി കളഞ്ഞ് എന്തോ സ്റ്റാറ്റസ് സിമ്പലിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ഓവർ ആയി ആർഭാടം കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ആലോചിച്ച് നോക്കുക. ചിലരൊക്കെ നല്ല സുന്ദരമായിട്ട് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുന്നവരെ ഹയർ ചെയ്യും. അവരിങ്ങനെ അതിസുന്ദരമായിട്ട് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ഒക്കെ ഇങ്ങനെ മീട്ടിക്കൊണ്ടേയിരിക്കും.
ആര് ശ്രദ്ധിക്കാനാണ്? ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കലാകാരന്മാരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ലേ? അവരെ നിർത്തിപ്പൊരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, അങ്ങനെ വയലിൻ വായിച്ചും ഗിറ്റാർ വായിച്ചും ഒക്കെ ഉപജീവനം കഴിക്കുന്നവരുണ്ട്. അവരെയൊക്കെ വേണ്ടതാണോ? വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് അവരെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പാട്ട് കേൾക്കാൻ കൂടി നമുക്ക് സമയം ഉണ്ടാവണം. ചല്ലം സംസാരിച്ചിരുന്നു ഒച്ച വെച്ച് ബഹളം കൂട്ടി അവരൊന്ന് കേൾക്കുക പോലും ചെയ്യാതിരിക്കുമ്പോൾ ആ കലാകാരന്മാരുടെ മുഖത്തടിക്കല്ലേ നമ്മൾ ചെയ്യുക? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതുപോലെ 100 കാര്യങ്ങളുണ്ട്. പിന്നെ ചില അവതാരങ്ങളൊക്കെ ഉണ്ട്. കല്യാണ മണ്ഡപത്തിലേക്ക് ഓടിപ്പാഞ്ഞു വരുന്ന ബെസ്റ്റി പെൺകുട്ടിയെ പൊക്കിയെടുക്കുന്നു. ഇത് കണ്ടു നിൽക്കുന്ന ചെറുക്കന് സഹിക്കാനാവുന്നില്ല. ബെസ്റ്റിയെ അടിക്കുന്നു, പെണ്ണിനെ മുഖത്തടിക്കുന്നു. പിന്നെ വീട്ടുകാർ പരസ്പരം ചേരി തിരിഞ്ഞ് പോര് തുടങ്ങുന്നു. കണ്ടിട്ടുള്ള കാഴ്ചയാണ്. എന്റെ കാൽപ്പനികതയിൽ വിരിഞ്ഞ കഥയൊന്നുമല്ല, കണ്ടിട്ടുള്ള കാഴ്ചയാണ്. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ധാരാളമായിട്ട് കാണേണ്ടി വരുന്നുണ്ട്. ചില കാര്യങ്ങളെല്ലാം അതിര് കടക്കുന്നില്ലേ? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഏറ്റവും സുന്ദരമായി മാറേണ്ട, ഏറ്റവും പരിശുദ്ധമായി മാറേണ്ട കല്യാണം ഇത്രയ്ക്ക് അലങ്കോലത്തിന്റെയും ആർഭാടത്തിന്റെയും ഒന്നാക്കി അധപ്പതിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? വെറുതെ ചിന്തിച്ചു നോക്കുക. യഹൂദ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞു, വധുവും വരനും ചേർന്ന് വീഞ്ഞെടുത്ത് വധുവിന് വരൻ വീഞ്ഞ് ചഷകം കൈമാറും. എന്നിട്ട് പറയുന്നത്, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതായത് ഞാൻ നിനക്ക് എന്നെ തന്നെ പൂർണ്ണമായിട്ട് നൽകുകയാണ്. വെറും പച്ചവെള്ളമല്ല, ലഹരി നിറയുന്ന വീഞ്ഞ്, പുതുവീഞ്ഞ്, അത് നിനക്ക് ഞാൻ നൽകുകയാണ്. എന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. നിനക്ക് വേണ്ടി ജീവിക്കും, നിനക്ക് വേണ്ടി മരിക്കും. ഈ ടോസ്റ്റിംഗ് ഓഫ് ദ വൈൻ, അതാണ്. അങ്ങനെയൊക്കെ സമ്പൂർണമായി സമർപ്പണം നടത്തിയിരുന്ന ആചരണങ്ങൾക്കും ആചാരങ്ങൾക്കും പകരമായിട്ട് ആരെയും തൊടാത്ത ബഹളത്തിന്റെ, ഒച്ചയുടെ കുറെ അലങ്കോലങ്ങൾ മാത്രം ഉൾക്കൊള്ളിക്കേണ്ട ആവശ്യമുണ്ടോ? വെറുതെ ചിന്തിച്ചു നോക്കുക. കല്യാണങ്ങളൊക്കെ അല്പം മോശമായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ? വെറുതെ ചിന്തിക്കുക. പ്രിയപ്പെട്ട ചങ്ങാതി, നല്ല യാത്ര നേരുന്നു.